മാന്താനം കുന്നില് ബേസ് റൗമായില് കുരിശ് ഉയർത്തപ്പെട്ടതോടുകൂടി അതിൻ്റെ ആകർഷകത്വം ഇരട്ടി വർദ്ധിച്ചു എന്നാണ് നാട്ടിലുള്ളവർ പറയുക. സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉയർത്തപ്പെടുകയിൽ സകലരെയും എൻ്റെ പക്കലേക്ക് ഞാൻ ആകർഷിക്കും. അതാണ് മാന്നാനം കുന്നിൽ നാട്ടപ്പെട്ട കുരിശിന് പറയാനുള്ളത്. അതാണ് 1831 മെയ് 11 മാന്നാനം കുന്നില് ബേസ് റൗമായിലെ ആശ്രമത്തിന് വേണ്ടി കല്ലിടിയിൽ കർമ്മം നടത്തിയത്. അന്ന് ആശ്രമത്തിന് കല്ലിടാൻ വേണ്ടി മെത്രാനച്ചനെ കുടമാള് പള്ളിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും മെത്രാനച്ചൻ കല്ലിടിയിൽ കർമ്മം നടത്തുകയും ചെയ്യും എന്നാണ് ഒരു പറച്ചിലുണ്ടായിരുന്നു. മെത്രാനച്ചൻ തലേ ദിവസം വൈകിട്ട് അവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അതിനെ നമ്മൾ ആദ്യം വിളിക്കുന്നത് CMI സഭയുടെ ചരിത്രത്തിൽ, ആശ്രമ ചരിത്രത്തിൽ അതിനെ നമ്മൾ വിളിക്കുക അഗതിത്വത്തിൻ്റെ പന്തൽ എന്നാണ്. അഗതിത്വത്തിൻ്റെ പന്തൽ എന്നാണ്. നമുക്കറിയാം, കല്ലിടിയിൽ മുൻപ് ഒരു പന്തൽ കെട്ടി അന്ന് വന്നവരെയെല്ലാം മെത്രാനച്ചൻ ഉൾപ്പെടെ അവിടെ താമസിച്ച ഒരു ചരിത്രമാണ് ചാവറയച്ചൻ്റെ നാളാഗമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ മെത്രാനച്ചനെ കൊണ്ട് കല്ലിടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മെത്രാനച്ചൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുകയും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുക. എങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തി. മെത്രാനച്ചന് പകരം കല്ലിടിയിൽ കർമ്മം നടത്തിയത് പൊരുക്കരയച്ചനാണ്. പൊരുക്കരയച്ചനാണ് CMI സഭയുടെ മാന്നാനത്തുള്ള ആശ്രമം കല്ലിടാനുള്ള ഭാഗ്യം പൊരുക്കരയച്ചനാണ് ലഭിച്ചത്. പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന ആശ്രമത്തിന് എന്ത് പേരായിരിക്കണമെന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. മെത്രാന്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് യോഹന്നാൻ മാന്താനയുടെ നാമത്തിലായിരിക്കണം. പിന്നീട് പൊരുക്കരയച്ചൻ പറഞ്ഞു ഔസേപ്പിതാവിൻ്റെ നാമത്തിലായിരിക്കണം എന്ന് പറഞ്ഞു. പാലക്കൽ തോമമൽപ്പൻ പറഞ്ഞു അത് ഡൊമിനിക്കോസിൻ്റെ നാമത്തിലായി. തീർച്ചയായിട്ടും പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭത്തിന് ഇത്രയധികം ആശയക്കുഴപ്പം ഉണ്ടാവണം. എങ്കിലേ ആശയ രൂപീകരണം നടക്കും. രണ്ടുപേരും, മെത്രാനച്ചനും പാലക്കൽ തോമാമൽപ്പാനും, അവർ പിൻവാങ്ങുകയും പൊരുക്കരയച്ചൻ മുന്നോട്ട് വെച്ച ഔസേപ്പിതാവിൻ്റെ നാമം എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അഭിപ്രായ രൂപീകരണം. വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ, സിനഡാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ, ആ സിനഡാലിറ്റിയുടെ എല്ലാം ആശയ രൂപീകരണമാണ് നമുക്ക് ഈ തുടക്കത്തിൽ പോലും കാണാൻ സാധിക്കുന്നത്. പെന്തക്കോസ്താ ദിനത്തിൽ
നമ്മുടെ ആശ്രമത്തിൻ്റെ മാന്നാനം ആശ്രമത്തിൻ്റെ ബേശ്രവുമായിലെ ആശ്രമത്തിൻ്റെ പണി ആരംഭിച്ചതായിട്ടാണ് വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയുടെ നാളാഗമത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് 16-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 16-ാമത്തെ എപ്പിസോഡ് ഈ ആശ്രമ സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് CMI സഭയുടെ ചരിത്രകാരന്മാർ ചാവറയച്ചൻ്റെ നാളാഗമം ഇതൊക്കെ രേഖപ്പെടുത്തുന്നത്. അത് അങ്ങനെയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണാം.